ഹായ് എവരി വൺ, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സമയം ഇതാ 7:30 കേട്ടോ. രാത്രി 7:30, സന്ധ്യ 7:30 സമയം. അപ്പം ഇന്നൊരു കഥ പറയാമെന്ന് വിചാരിച്ചു. ഷോർട്ട് സ്റ്റോറി, മോറൽ സ്റ്റോറിയാണ്. പലരും വായിച്ചിട്ടുണ്ടാവും. എന്നാൽ അത്ര പോപ്പുലറായ കഥയൊന്നുമല്ല, പക്ഷെ എന്നാലും ചിലരൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒരു മാനേജർ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ എടുക്കുകയാണ് കേട്ടോ. ഇൻ്റർവ്യൂ എടുത്തു. ലാസ്റ്റ് 2 ആൾക്കാർ ഇൻ്റർവ്യൂവിന് സെലക്ട് ആവും. അപ്പം മാനേജർ ഈ 2 ആൾക്കാരിനെ എന്ത് ചെയ്യും? ഡിന്നറിന് വിളിക്കും. 2 ആൾക്കാരുടെ ഒപ്പം ഡിന്നറിന് പോവും മാനേജർ. ഡിന്നറെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരാളോട് മാനേജർ പറയും, താങ്കൾ സെലക്റ്റഡ് ആണ്, എൻ്റെ ജോലിക്ക് താങ്കളെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പം മറ്റാൾ വിചാരിക്കും, എന്ത് ഡിന്നർ കഴിഞ്ഞപ്പോഴേക്കും ഒരാളെ സെലക്റ്റായോ? ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ എങ്ങനെയാണ് സെലക്ട് ആയത് എന്ന് ഷോക്ക്ഡ് ഔട്ടാണ്. അപ്പം മറ്റേ ഈ ഷോക്ക്ഡ് ആയ ആൾ മാനേജറിനോട് ചോദിക്കും, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് മറ്റേ ആളെ സെലക്ട് ചെയ്തത് എന്ന് ചോദിക്കും. അപ്പോൾ മാനേജർ പറയും, ഫുഡ് കഴിച്ചപ്പോൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്താ പറയുക, മീൻ കറിയിൽ ഉപ്പിട്ടിട്ടല്ലേ കഴിച്ചത് എന്ന് ചോദിക്കും. ചോറിൽ മീൻ കറി ഇട്ടപ്പോൾ ഉപ്പിട്ടിട്ടല്ലേ കഴിച്ചത് എന്ന് ചോദിക്കും. അതെ, അതിനിപ്പോൾ എന്താ തെറ്റ് അല്ലേ? മീൻ കറിയിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടിപ്പോൾ എന്താ തെറ്റ്? അങ്ങനെ അവർ ചോദിക്കും കേട്ടോ. അപ്പോൾ അയാൾ പറയും, അതിനിപ്പോൾ എന്താ എന്ന് വയ്ക്കും. അപ്പോൾ പറയും, മറ്റേ ആൾ അത് തന്നെയാണ് ചെയ്തത്. ഫുഡ് കഴിച്ചപ്പോൾ എന്ത് ചെയ്തു? മീൻ കറിയിൽ ഉപ്പിട്ടിട്ടാണ് കഴിച്ചത് അല്ലേ? അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എടുത്തുള്ളത് നിങ്ങൾ എന്ത് ചെയ്തു? അതൊന്ന് രുചിച്ചു പോലും നോക്കാതെ, ടേസ്റ്റ് പോലും ചെയ്യാതെ മീൻ കറിയിൽ ഉപ്പിട്ടിട്ട് കഴിച്ചു അല്ലേ? അപ്പോൾ അയാൾ അതെന്താ ചെയ്തത്? നിങ്ങൾ അതുപോലും അറിയാതെ ബ്ലൈൻഡായിട്ട് മറ്റാളെ അനുകരിച്ചു. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആ പാകത്തിന് ഉപ്പുണ്ട്, ചിലപ്പോൾ അയാൾ ടേസ്റ്റ് പെട്ട് പറയാം, വായിച്ചാൽ ഓക്കെ ആച്ചാൽ നമ്മൾ ഡിസിഷൻ എടുക്കുമായിരുന്നു. പക്ഷേ ഒന്ന് ടേസ്റ്റ് പോലും ചെയ്യാതെ എന്ത് ചെയ്തു? മീൻ കറിയിൽ മറ്റേ ആൾ ഇട്ടത് കണ്ടിട്ട് നോക്കി, ഇട്ടിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ മാനേജർ, എനിക്ക് വേണ്ടത് വേറൊരാളെ അനുകരിക്കുന്ന ആളെയല്ല, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരാളാണ്, സ്വന്തമായിട്ട് നിലപാട് ഉള്ള ഒരാളെയാണ് എനിക്ക് ആവശ്യം എന്ന് പറയും. അതുകൊണ്ടാണ് മറ്റാളെ ഞാൻ സെലക്ട് ചെയ്തത് എന്ന് പറയും. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ വേറൊരാളെ അനുകരിക്കാനല്ല പഠിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നമ്മുടേതായ ഒരു ഡിസിഷൻ ഉണ്ടാവണം, നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനം ഉണ്ടാവണം. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കണം. നമുക്കൊരു ലൈഫിലൊരു ഗോൾ ഉണ്ടാവണം, ഒരു അംബിഷൻ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് നമ്മളെ ഒരാൾ അടിച്ചേൽപ്പിക്കണതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ളത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ഇതാണ് ഇതിൻ്റെ മോറൽ. ഓക്കെ, ഈ കഥ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അടിയിലൊരു കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ഷെയർ ബട്ടണും ചെയ്യണം. ഷെയറും ചെയ്തോ. ഓക്കെ, നമ്മളെ ഒന്ന് വൈറലാക്കട്ടെ, റീച്ചാക്കി തരൂ. ഓക്കെ, അപ്പോൾ ഇഷ്ടമായോ? ബൈ.